എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ എല്ലാം ഉണ്ടല്ലോ സെർച്ചിപ്പ് ഡിസ്ട്രിക്റ്റിലാണ്. നമ്മളിപ്പോൾ ശരിക്കും പോകാൻ പോകുന്നത് വാങ്തവാങ് എന്നൊരു വാട്ടർഫാൾ ഉണ്ട്. അതായത് സെർച്ചിപ്പ് ഡിസ്ട്രിക്റ്റിൽ പെട്ട വാങ്തവാങ് എന്ന് പറഞ്ഞൊരു വാട്ടർഫാൾ ഉണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം നമുക്ക് 2 കിലോമീറ്ററും കൂടെ ഉള്ളൂ കേട്ടോ. ഏകദേശം നമുക്ക് തെൻസോണിൻ്റെ അടുത്തായിട്ടാണ് ഈ വാങ്തവാങ് വാട്ടർഫാൾ വന്നത്. നമ്മളപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ പുറയിലാണ് താമസിച്ചത്. നമ്മൾ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി. നമ്മുടെ സൈക്കിൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ശരിക്കും അതായത് ലുങ്ലേയിലാണ് ഇന്നലെ. ഞാൻ ലുങ്ലേയിൽ നിന്ന് ഒരു വണ്ടി കിട്ടി. അതായത് ലുങ്ലേയിൽ നിന്ന് കുറേ ദൂരം നമ്മൾ നടന്നൊക്കെ വന്ന് അത് കഴിഞ്ഞിട്ട് ഒരു വണ്ടി കിട്ടി. ആ വണ്ടി കയറ്റി നമ്മൾ ഇന്നലെ രാത്രി ഏകദേശം ഒരു 60 കിലോമീറ്റർ ഇതിന് പുറകെ ഒരു വില്ലേജ് ഉണ്ട്. ആ ഒരു ഗ്രാമത്തിലാണ് നമ്മൾ താമസിച്ചത്. അവിടെ നിന്ന് ഇറങ്ങാൻ കുറച്ച് താമസം എടുത്ത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സൈക്കിള് അവസ്ഥ ഭയങ്കര സീനായിട്ട്. ഈ സാധനമൊക്കെ പൊട്ടിപ്പോയി, ബ്രേക്കിൻ്റെയൊക്കെ സാധനമൊക്കെ പൊട്ടിപ്പോയി. ഒരു പിടുത്തമില്ല കേട്ടോ. ഒരു 3 ആഴ്ചക്ക് മേലെ, എനിക്ക് തോന്നുന്നു ഒരു മാസമോ വേറെയായിട്ട് നമ്മൾ നടന്ന് യാത്ര ചെയ്യാൻ വേണ്ടി, അതായത് സൈക്കിളും തള്ളിക്കൊണ്ടുള്ള നടന്നുള്ള യാത്രയില്ലേ, ഒരു 3 ആഴ്ചക്ക് മേലെ ഏറായി. ഏകദേശം 1 മാസമായി എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. ഇപ്പം എന്തായാലും ഇനിയിപ്പോൾ നോക്കാം. നമുക്ക് എന്തായാലും ഐസോൾ എത്തിയിട്ട് വേണം ശരിയാക്കാൻ. ഇപ്പം എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോകട്ടെ. ഞാൻ ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഇരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഫോണിലൊക്കെ സ്റ്റോറേജ് ഫുള്ളായി. അതൊക്കെ ക്ലിയർ ചെയ്ത് ഫോട്ടോയും വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാണ്ട്. അപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ പെയ്തട്ടാ. അവിടെ കാലാവസ്ഥ നോക്കി ഉണ്ടല്ലേ. ഇപ്പോൾ ഒരു വെയിലും കാര്യങ്ങളും വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. ഞാനിപ്പോൾ കുറേ നേരം അവിടെ കയറിയിരിക്കുന്നത് കേട്ടോ. നമ്മൾ ആ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങിയിട്ടില്ല. ഇപ്പോഴാണ് ഇറങ്ങണ. എൻ്റെ സൈക്കിളിലെ സൗണ്ടാണ്ട് കേട്ടാണ്ടിരിക്കണം. എനിക്കറിയില്ല എന്താവുമെന്ന്. നോക്കാം. എന്തായാലും നമ്മൾ എങ്ങനെയെങ്കിലും ഐസോൾ എത്തിക്കും. ഐസോൾ എത്തിച്ചിട്ട് വേണം നമുക്ക് ഇതാക്കാൻ. എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ വണ്ടിയും കാര്യങ്ങളും കിട്ടും ഐസോൾ പോകാൻ. പക്ഷെ നമുക്ക് ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ തിരിച്ച് പിന്നീട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നല അത്ര മാത്രം പോസിബിൾ ആവുമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ യാത്ര ചെയ്യണ രീതി ഇങ്ങനെയൊക്കെ ഉണ്ടോ. സത്യം പറയുന്നത് നടന്ന് ടയേർഡാകുമ്പോൾ ഉണ്ടല്ലോ ഇതേപോലെയൊക്കെ ഉണ്ട് നമ്മൾ യാത്ര ചെയ്യണം. വേറെ ഓപ്ഷൻ ഇല്ല. നല്ല ഇറക്കമൊക്കെ വന്ന് തന്നെ പെട്ടുപോട്ടെ. കാരണം സൈക്കിളിൻ്റെ ആ സാധനം ബ്രേക്കില്ല, അതൊരു പ്രശ്നമാണ്. ഇപ്പോൾ ഇവിടുന്ന് കുറച്ചും കൂടെ ഉള്ളൂ ലോങ്. അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. നല്ല അടിപൊളി റൂട്ടും കാര്യങ്ങളൊക്കെയാണ്. ഇതൊരു ചെറിയൊരു ഹൈവേ എന്ന് വേണമെങ്കിൽ പറയാം. സ്ട്രെയിറ്റ് റൂട്ടാണ് ഐസോളിലേക്ക് ഉള്ളത്. പോകണമെങ്കിൽ ഇതേപോലെയൊക്കെ ചെറിയൊരു കുളം സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. ചില ആൾക്കാരൊക്കെ ഇതിൽ ഇറങ്ങാറുണ്ട്. പിന്നെ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും നമുക്കൊന്ന് അങ്ങാടൊന്ന് ഇറങ്ങി നോക്കാം കേട്ടോ. അത്യാവശ്യം ആൾക്കാരൊക്കെ ഇറങ്ങി ചാടാറുണ്ട് കേട്ടോ. അത്യാവശ്യം ആഴവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കണ്ടില്ലേ, ചെറിയ ചെറിയ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ കാണാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. എനിക്ക് ഉണ്ടല്ലേ ചെറിയ ചെറിയ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ നമ്മുടെ വാട്ടർഫാൾ എത്താറായിട്ടാ. നല്ല തെളിഞ്ഞ വെള്ളം പറഞ്ഞാൽ കൊള്ളായിരുന്നു. പക്ഷേ മിക്കവാറും മഴയും കാര്യങ്ങളൊക്കെ പെയ്തുകൊണ്ട് എന്തായാലും വെള്ളത്തിൻ്റെ അവസ്ഥ കലങ്ങിയതായിരിക്കുള്ളൂ. അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ ഈ ഒരു മിസോറാം യാത്രയൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾ ഒരു മൺസൂൺ ടൈമൊക്കെ കഴിഞ്ഞിട്ട് പ്ലാൻ ചെയ്യണം കേട്ടോ. നിങ്ങളൊരു എന്താ പറയുക, ഒരു ഒക്ടോബർ ലാസ്റ്റ്, നവംബർ, ഡിസംബർ, ജനുവരി ആ ഒരു ടൈമൊക്കെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എനിക്ക് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. ഒരുപാട് സ്ഥലങ്ങൾ എനിക്ക് പോകാൻ പറ്റും. എനിക്ക് കുറേ സ്ഥലങ്ങളൊന്നും പോകാൻ പറ്റില്ല. കാരണം ഈ ഒരു മഴയുടെ പ്രശ്നം കാരണം പലയിടത്തും ലാൻഡ് സ്ലൈഡ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് റോഡ് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, പോകാനും പറ്റണില്ല. കുറച്ച് സ്ഥലമൊക്കെ മിസ്സായി പോയിട്ടോ. ഇൻഷാ അല്ലാഹ് നമ്മളെന്തായാലും ഒരു തവണയും കൂടി വരും കേട്ടോ. കാരണം നമുക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലവും കൂടി ഉണ്ടാ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വാങ്തവാങ് പോണ റൂട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വില്ലേജ് ഈ ഒരു വില്ലേജിൽ നിന്ന് നമുക്ക് ഇങ്ങനെ വേണോട്ട് കയറിപ്പോന്നെ. അപ്പോൾ അവിടെ എവിടെയെങ്കിലൊക്കെ നമ്മുടെ സൈക്കിൾ കാര്യങ്ങൾ വെക്കാം. അത്യാവശ്യം കുറച്ച് വലിയൊരു വില്ലേജ് കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഉണ്ടല്ലോ അവിടെ ഇവിടെ കച്ചവടക്കാരൊക്കെ ഉണ്ട്. കുറച്ച് പിള്ളേരൊക്കെ നമ്മളെ നോക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഈ ഒരു വഴി പോകാമെന്നാണ് പുള്ളി എന്നോട് പറഞ്ഞത്. മഴ പൊടിയണ്ട കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഏതെങ്കിലും ഒരു വീട്ടിൽ സൈക്കിൾ പാർക്ക് ചെയ്തിട്ട് പോവാം. മഴ പൊടിയുണ്ടല്ലോ ഉണ്ടല്ലേ, കയറ്റം കേട്ടോ. ഇവിടെ ഒരു സ്കൂളുണ്ട് കേട്ടോ. ഒരു മിഡിൽ സ്കൂളൊക്കെ ഉണ്ട്. ഗവൺമെൻറ് 1992 എസ്റ്റാബ്ലിഷ് ചെയ്തേണ്ട. പക്ഷെ ഇവിടെ ആരെയും കാണുള്ള ഒരുപാട് വീടുകളുണ്ട്. പുറത്ത് ആരെയും കാണല്ല കേട്ടോ. ആരെയും കാണിക്കണം ചോദിക്കാറുണ്ട്. വഴി മാപ്പിൽ കാണിക്കണം. ഈ വഴിയൊക്കെ കാണിക്കണത് എന്ത് പണ്ടാരെന്ന് അറിയില്ല കേട്ടാ. പിള്ളേരൊന്നും ഇല്ലെന്ന്, സ്കൂളില്ലേന്ന്. 7ാം ക്ലാസ് 8ാം ക്ലാസ്സൊക്കെ ഉണ്ടല്ലോ. വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കാട്ടാ. ഈ വഴി തന്നെയാണ് തോന്നണേ. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. പക്ഷെ മാപ്പ് കാണിക്കണേ ഈ വഴിയാണ് കേട്ടോ. അടിയിലെവിടെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് ഉണ്ട് കേട്ടോ. ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ എന്തോ വീടൊക്കെ ഉണ്ട് കേട്ടോ.
പക്ഷെ ആളെ കാണല്ല, അതാണ് പ്രശ്നം. ആരെയും കണ്ടാണെന്നൊന്നും മര്യാദക്കൊന്നും ചോദിക്കാതെ. ഇത് ഏതൊക്കെ വഴിയാണ് പഠിച്ചവനെ പോണത് ഒരു പിടുത്തമില്ല കേട്ടാ. ഈ വഴിയാണെന്നാണ് പറഞ്ഞു കേട്ടത്, മാപ്പിലും അങ്ങനെ തന്നെയാട്ടാ കാണുന്നത്. ഇവിടെയൊക്കെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ അതൊക്കെ ലോക്കാണ്. കണ്ടില്ലേ, ലോക്കാണ്. ആൾക്കാരെയൊന്നും അങ്ങനെ കാണണമില്ല. ഈ കാണുന്നതൊക്കെ മറ്റേ ഇതാണ്ട് പൈനാപ്പിൾ കണ്ടില്ലേ, ഇവിടെ പൈനാപ്പിളാണ് എൻ്റെ പൈനാപ്പിൾ. നമ്മളിപ്പോൾ വാങ്തവാൻ ഫാളിലേക്ക് പോകണേ കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് മൊത്തം പൈനാപ്പിൾ തോട്ടമാണ്. നോക്കി ഇങ്ങനെ നിരപ്പായിട്ട് കിടക്കണ കേട്ടോ. നിരപ്പല്ല, എന്താണ് പറയുക, എന്നിട്ട് പറിച്ച് തിന്നാൻ തോന്നണ്ട കേട്ടോ. പറിച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും വല്ല വന്ന് കയ്യോ എല്ലാം വെട്ടും. അതില്ലേ പൈനാപ്പിളൊക്കെ ഉണ്ടായിരിക്കണം. നോക്കി അടിപൊളിയല്ലേ. ഇതൊക്കെ ഇനി വരുന്നുണ്ടല്ലോ പറിച്ച് വിൽക്കും കേട്ടോ. അല്ലാണ്ട് ഇതല്ലാണ്ട് അവർ കയറ്റി അയക്കലൊന്നുമില്ല കേട്ടോ. ഇവിടെ തന്നെ വിൽക്കലാണ് പതിവ്. കണ്ടില്ലേ അടിപൊളിയായിട്ട് ഉണ്ടാക്കി കിടപ്പുണ്ട് കേട്ടോ പൈനാപ്പിളൊക്കെ. പറിക്കാൻ തോന്നുന്നുണ്ട്, പക്ഷെ പറിക്കണ്ട, വല്ലവൻ്റെ മുതല. അപ്പോ ഞാൻ ഏതൊക്കെ എത്തണം. സൈക്കിളെ എന്തായാലും തൽക്കാലം ഇവിടെ വെക്കാം, എന്നിട്ട് പോവാട്ടോ, അല്ലെങ്കിൽ നടപടി ആവില്ല. ഇനി ഇത് മൊത്തം ഞാൻ കയറ്റേണ്ട സൈക്കിള് അവിടെ മേലെവിടെ വെച്ചിട്ട് പോയാൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചില്ല എത്ര ഉണ്ടാവുമെന്ന്. എന്തായാലും നമുക്ക് വാട്ടർഫാൾസിലേക്ക് പോവാം. എത്ര ദൂരം ഉണ്ടെന്നൊരു പിടുത്തമില്ല കേട്ടോ. അത്യാവശ്യം ദൂരം ഉണ്ടെന്ന് തോന്നണം. സൈക്കിളെ മറിയാണ്ടിരുന്നാൽ മതി കേട്ടോ. ഒരു കണക്കിന് വെച്ചേക്കണം. എന്തായാലും നമുക്ക് പോകട്ടോ. നല്ല ചീവീടിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. മഴ മിക്കവാറും പെയ്യും കേട്ടോ, കാരണം ഇതൊരു മഴയുടെ സീസണിലാണ് നമ്മൾ വന്നേക്കുന്നത്. പിന്നെ അട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നാണ് തോന്നണത്. വഴി ഇത് തന്നെയാണെന്ന് തോന്നണം കേട്ടോ. അത് നോക്കാം, അതിലങ്ങാട് ചെല്ലാണ്ട് പറ്റൂല. ഫ്രിഡ്ജ് ഇടിഞ്ഞ് പൊളി നോക്കാട്ടാ. എന്തായാലും പയ്യെ പയ്യെ നല്ല രീതിയിൽ താഴെയുണ്ട് കേട്ടോ. പൂണ്ട് പോകുന്നു തോന്നുന്നു മിക്കവാറും. കുഴപ്പമില്ല കേട്ടോ. പാമ്പൊക്കെ ഉണ്ടാവുക, എനിക്കൊന്നും വല്ല അനാക്കോണ്ടൊക്കെ ഉണ്ടാവും തോന്നുന്നു ഇവിടെ. വഴി തെറ്റിയെന്ന് തോന്നുന്നു കേട്ടോ. ഇനി വഴിയില്ലല്ലോ, എന്തോ ദൂരം വരെ പോകാൻ പറ്റുമെന്ന് പിടിത്തൂല കേട്ടോ. ആരെയും കാണാനില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആരെയും കണ്ടാന്ന് ചോദിക്കുകയും ചെയ്യാറുണ്ട്. ഇല്ല, അങ്ങാടിന് വഴിയില്ലല്ലോ. നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ സൈക്കിള് കാര്യങ്ങൾ പിടിച്ചിട്ടുണ്ട്. ഹായ് ഭയ്യ. അപ്പോൾ ഇവർ നമുക്ക് വഴി കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ വന്ന വഴി തന്നെ കേട്ടോ. അപ്പോൾ നമ്മുടെ സൈക്കിൾ കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ടാണ് പോണത്. അപ്പോൾ മെജാക്കി ആയേക്കാം. ഓക്കെ. സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ, പ്രാന്ത് പിടിച്ച അവസ്ഥ നാനെന്നെ ചീഞ്ഞ് പണ്ടാടി പോട്ടെ. കാരണം വഴിയും തെറ്റി ആകെ കോനാട്ടായി പോട്ടെ. നമ്മളപ്പോൾ ഈ ഒരു വീട്ടിൽ നമ്മുടെ സൈക്കിൾ കാര്യങ്ങൾ വെച്ചിട്ടാണ് പോണത്. അപ്പോൾ അവരിവിടെ കൃഷിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ നേരത്തെ വന്ന വഴിയില്ലേ, ആ വഴി തന്നെ വേണം കേട്ടോ നമുക്ക് തിരിച്ച് പോകാൻ. ഒരു മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, നല്ല വെയിൽ വന്നേക്കണു. എൻ്റെ പൊന്നെന്ത് വെയിലാണ് വന്നേക്കണേ. ഈ കാലാവസ്ഥ എനിക്കാണെങ്കിൽ ഇതൊരു പിടുത്തവും കിട്ടണല്ലോ കേട്ടോ. എന്ത് കാലാവസ്ഥയാണ് ഇതുണ്ടല്ലേ. പൈനാപ്പിള് അടിപൊളിയല്ലേ പൈനാപ്പിള്. അടിപൊളിയായിട്ട് ഉണ്ടായി കിടപ്പുണ്ട് കേട്ടോ. കയറി പറിച്ചാലെന്ന് ആലോചിക്കണേ. പക്ഷെ വല്ലവന്നെ തോട്ടിടും. നമ്മളങ്ങനെ ആരുടെയും പറിക്കാറൊന്നുമില്ല കേട്ടോ, അതിൻ്റെ പെർമിഷനൊന്നും ഇല്ലാണ്ട്. കണ്ടില്ലേ അടിപൊളിയായിട്ടല്ലേ ഉണ്ടായി കിടക്കണേ. നമ്മൾ ആരെങ്കിലും പറിച്ചോളാൻ പറഞ്ഞാൽ നമ്മൾ പറിക്കും കേട്ടോ. എന്തായാലും ഷൂവും കാര്യമൊക്കെ നനഞ്ഞ് ചീഞ്ഞ് ഇനിയിപ്പോൾ ഇതിൽ കൂടെ തന്നെ നടക്കാട്ടോ. വീണ്ടും വഴി തെറ്റാതിരുന്നാൽ മതി. എന്നോട് പുള്ളി പറഞ്ഞൊരു വഴിയുണ്ട്, ഒരു മാപ്പൊക്കെ പുള്ളി എനിക്ക് കാണിച്ചു തന്നു. ഞാൻ ആ വഴിയാണ് പോകണത് കേട്ടോ. കാരണം ഇത് നമ്മൾ നേരത്തെ സൈക്കിളായിട്ട് പോയില്ലേ, ആ വഴി തന്നെ കേട്ടോ. മര്യാദക്ക് ശരിക്കും സൈക്കിൾ അവിടെ വെച്ചിട്ട് പോയാൽ മതിയായിരുന്നു. പക്ഷേ നമ്മളെടുത്തൊരു മണ്ടത്തരം. ഇവിടെ ഇന്ന് തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റണ്ട കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ വീഡിയോയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഇല്ല, ഇപ്പോൾ കേൾക്കാമല്ലോ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട്. അത് ഈ റൂട്ട് എവിടെയുണ്ട പുള്ളി എനിക്കൊരു വഴി പറഞ്ഞു തന്ന്. ആ വഴി തന്നെ നമുക്ക് പോവാട്ടോ. അത് തന്നെ ആയാൽ മതിയായിരുന്നു.
ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ നേരത്തെ ഒരു ബ്രിഡ്ജ് എടുത്തില്ലേ, ആ ഒരു ബ്രിഡ്ജിൽ നിന്ന് ലെഫ്റ്റാണ് എന്നോട് പുള്ളി പറഞ്ഞത്. പക്ഷെ ഞാൻ ലെഫ്റ്റിൽ വഴി ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. നമ്മൾ നേരെ പോയത്, ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് നേരെ പോയത് കേട്ടോ. ഈ ഒരു ബ്രിഡ്ജ് വന്നല്ല, ഈ ഒരു ബ്രിഡ്ജ് വന്നിട്ട് നമ്മൾ ആ ഒരു വഴിയാണ് പോയത്. പക്ഷേ ഈ ഒരു വഴിയിൽ നിന്നാണ് എന്നോട് പുള്ളി മാർക്ക് ചെയ്ത് പറഞ്ഞത്. പക്ഷെ ഇങ്ങോട്ടൊന്നും റൂട്ട് കാണണമല്ലോ. എന്തായാലും പോയി നോക്കാട്ടാ. ഇങ്ങനെ എന്തോ ലെഫ്റ്റാണ് പറഞ്ഞത്, പക്ഷേ ഇവിടെ ഒന്നും വഴി കാണിക്കണില്ല. പക്ഷേ ഇവിടെ നമുക്ക് വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റില്ല. നമ്മൾ അവിടെ ഇന്നല്ല, അവിടെ എനിക്ക് വാട്ടർഫാളിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റില്ല കേട്ടോ. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ അവിടെ ഒരു വഴി കണ്ടായിരുന്നു. ഇനി ആ വഴിയാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. നമുക്ക് എന്തായാലും പോയി നോക്കാം, അല്ലെങ്കിൽ തിരിച്ചു വരാം കേട്ടോ. ഞാനേ ഇപ്പോൾ ഏതൊക്കെ ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെ വേറെ റൂട്ട് കയറി കേട്ടോ. നല്ല രീതിയിൽ തെന്നി അടിച്ച് വീണ്, നല്ല തെന്നലുണ്ട് കേട്ടോ. നട്ടുപിടിഞ്ഞ കേട്ടോ, നട്ടുപിടിച്ചാണ് വീണത്. ഭയങ്കര സീനാണ്. ഇത് ഏത് വഴിയാണെന്ന് ഒരു പിടുത്തമില്ലല്ലോ. അതുപോലെ വഴി ഉണ്ടായാൽ മതിയായിരുന്നു. തെന്നി കാരണം നല്ല തെന്നലാണ് കേട്ടോ. ഓ വീണ് നല്ല തെന്നലുണ്ട് കേട്ടോ. എനിക്കറിയില്ല എവിടെ എത്തുമെന്ന്. വെള്ളച്ചാട്ടം അന്വേഷിച്ച് പോണേട്ടാ. എത്തിയാൽ മതിയായിരുന്നു. ഞാൻ എവിടെയെങ്കിലും എത്തുമെന്ന് തോന്നണം കേട്ടോ. പിടുത്തമില്ലല്ലോ പഠിച്ചവനെ. ഞാൻ എങ്ങാടാണ് പോണത്, സൗണ്ട് അങ്ങാടാണ്. പക്ഷേ ചെറിയൊരു വഴിയോ ഇത് കാണിക്കണ്ട കേട്ടോ. ഒരു ചെറിയൊരു എന്താ പറയുക, നമുക്കൊരു സിമ്പൽ കിട്ടാണ്ട് വഴിയിടാ, അത് പിടിച്ചാണ് പോണത്. മറ്റേ അപ്പുറത്തേക്ക് ആ സൗണ്ട് കേൾക്കണതിൻ്റെ ആ ഒരു സൈഡിലേക്ക് വഴി അങ്ങനെ കണ്ടില്ല കേട്ടോ. കണ്ടില്ല, ഇതൊരു സ്റ്റെപ്പ് പോലെയാണ് കാണുന്നത്. എന്തായാലും പോയി നോക്കാം. എവിടെയും എത്തിപ്പെടാതിരിക്കില്ലല്ലോ. തിരിച്ച് കയറലായിക്കോട്ടെ ചടങ്ങ്. എത്ര അഡ്വഞ്ചറായിട്ടുള്ള യാത്രകളാണ് നമ്മുടെ. വഴി തെറ്റിയേട്ടാ. പിന്നെ എങ്ങനെ കയറി പോകും കുറച്ചുവരെ. വഴി തെറ്റിയേട്ടാ. അങ്ങനത്തെ കേസ് റൂട്ട് കിട്ടണല്ല. ഇവിടെ ഏത് റൂട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല. ആരും ഇല്ല ഇവിടെ, നമ്മൾ മാത്രമേ ഉള്ളൂ. എല്ലാവരും കയറി പയ്യെ പോവാട്ടാ. പക്ഷെ ആ ഒരു സൈഡിൽ നിന്ന് ഇപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റാണ്ട് ആകെ നനഞ്ഞ് ചെയ്യുന്നട്ടാ. ഇപ്പോൾ ഷൂസ് കാര്യങ്ങളൊക്കെ ഊരിയിട്ട് ഷൂസൊക്കെ നനഞ്ഞ് ചെയ്യുന്നട്ടാ. പിന്നെ സൈക്കിൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരോട് ഞാൻ ചോദിച്ചു. പക്ഷേ ഇവരെനിക്ക് പറഞ്ഞു തന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഉള്ളിലേക്ക് പോകണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ആ വഴിയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പോയി നോക്കി. പക്ഷേ നടപടി ആയിട്ടാ, നമുക്കൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ ഉള്ളതൊരു വ്യൂ എന്ന് പറഞ്ഞാൽ ഹൈവേ എന്നൊരു വ്യൂ കിട്ടും. ശരിക്കും നമുക്ക് അടിയിലേക്ക് എന്തോ പോകാനുള്ള ഒരു റൂട്ട് ഉണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോ എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ അധികം ആൾക്കാർ പോയൊന്നും കണ്ടില്ല. ആ ഒരു റൂട്ടാണ് അന്വേഷിച്ചെടുക്കണത്. ചിലപ്പോൾ ഇവർ ആരെങ്കിലും വന്നെയാണെങ്കിൽ നമുക്കൊന്ന് പോകാൻ പറ്റുമോ നോക്കാം കേട്ടോ. അല്ലെങ്കിൽ മിക്കവാറും റിട്ടേൺ ഹൈവേയിൽ ആ വ്യൂ എടുക്കേണ്ടി വരും. നമ്മൾ തിരിച്ച് റിട്ടേൺ ആ വഴി തന്നെ പോയിക്കൊണ്ടിരിക്കണേട്ടാ. അവിടെ നിന്ന് വാട്ടർഫാളിൻ്റെ വ്യൂസും കാര്യങ്ങളും കിട്ടുമെന്ന് തോന്നുന്നു. കണ്ടില്ലേ, അവിടെ ഒരു റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ റൂട്ടാണ് നമുക്ക് പോകാനുള്ളത്. ഇനിയുള്ള രക്ഷ അതാണ്ടാ. നമ്മൾ ഒരുപാട് നേരം നോക്കി, ഒരു പിടുത്തമില്ല കേട്ടോ. യൂട്യൂബിലൊക്കെ ഞാൻ നോക്കി, 1-2 പേരെന്തോ വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ അവരാരും ഡീറ്റെയിൽസ് പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങണം നോക്കി. ഇവിടെ ഒരു പൈനാപ്പിളൊക്കെ വിൽക്കുന്ന ഒരു കടക്കാരുണ്ട്. ഹായ്, വാട്ട്സ് യുവർ നെയിം? ഓ നൈസ് നെയിം. അപ്പോൾ നമുക്ക് ഒരു പൈനാപ്പിളും കാര്യങ്ങളൊക്കെ തന്നിട്ടാ. ഉണ്ടല്ലേ, അപ്പോൾ ഇവർക്ക് ഫുള്ള് പൈനാപ്പിളിൻ്റെ കച്ചവടം കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് വാങ്തോങ് കാണാൻ വേണ്ടിയാണ് പോകുന്നത്. കലോമിയെ നമ്മളെ പോണ വഴിക്ക് വീണ്ടും ഒരു കാഴ്ചയുണ്ട്. അപ്പോൾ നമ്മൾ സൈക്കിൾ കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നോക്കിയേ, ഇതൊരു പൂള് പോലത്തെ, എന്താണ് സ്വിമ്മിങ് പൂള് പോലത്തെ ഒരു സെറ്റപ്പാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ ദിവസം എന്താണെന്ന് ഞാൻ ആലോചിക്കുന്നതാണ്. ഇവിടെയൊക്കെ ആൾക്കാർ കുളിക്കാനൊക്കെ ഇറങ്ങാറുണ്ടെന്ന് തോന്നണ്ടാ. അതെ, വെള്ളത്തിൻ്റെ കളറ് കൊള്ളാട്ടാ. ഇതൊരു എന്താ പറയുക, മോശം ഇതൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. നല്ല അടിപൊളി വെള്ളവും കാര്യങ്ങളൊക്കെയാണ്. കണ്ടില്ല, അതായത് കലങ്ങിയതായ വെള്ളമില്ല. ഇതൊരു എന്താ പറയുക, ഇതിന് എനിക്ക് എന്തിങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഒരു എന്താ പറയുക, ഒരു നീലമയം പോലത്തെ ഒരു വെള്ളമുണ്ട്. ഇത് പക്ഷേ അടിപൊളിയാണ് കേട്ടോ. ഫുള്ള് മറ്റേ ചീവിടിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ മാക്സിമം നോക്കിയിട്ട് നമുക്ക് എങ്ങനെ ട്രക്ക് ചെയ്ത് അടിയിലെത്തിയിട്ടൊരു വ്യൂയുടെ, അതായത് ആ ഒരു വാട്ടർഫാളിൻ്റെ വീഡിയോ എടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടാകുന്നു. പക്ഷേ രക്ഷ ഉണ്ടാവില്ല. ഒരുപാട് മണിക്കൂറും സ്പെൻഡ് ചെയ്തിട്ട് അവിടെ നടപടിയായില്ല. അപ്പോൾ അതാണ് നമ്മളെ ഈ വെള്ളത്തിൽ ഇറങ്ങിയേട്ടാ.
വെള്ളത്തിൽ ഇറങ്ങി കുളിച്ച് കാലിടിച്ചേട്ടാ ഇവിടെ ആഴമില്ല. ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ ഇറങ്ങിയത്, കാരണം എൻ്റെ കയ്യിൽ വേറെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ സൈക്കിളിൽ. പക്ഷേ ഇത് ഇറങ്ങാൻ അതെടുക്കാതാന്ന് വെച്ച് കഴിഞ്ഞാലേ രണ്ടാളുടെ സഹായം വേണം കേട്ടോ, കാരണം സ്റ്റാൻഡില്ല. അതെ ഇതിലൊന്നും ഇറങ്ങാട്ടോ പയ്യെ. അല്ലോ ഓൾറെഡി ഇറങ്ങിയതാണ് നമ്മൾ. ഞാൻ 2 രീതിയിലിട്ടോ, ഒന്ന് റീൽസ് കൊടുത്തിട്ടുണ്ട്. വലിയ ആഴമൊന്നുമില്ല കേട്ടോ, നമുക്ക് നീന്താനുള്ള സെറ്റപ്പ് ഒന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ ആഴം. ഞാൻ നല്ലോണം ഒന്ന് മുങ്ങിക്കുളിച്ചേട്ടാ. ഓ നല്ല തണുപ്പുണ്ട് കേട്ടോ എൻ്റെ മോനെ, നല്ല തണുപ്പും കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ കുറച്ച് നേരം കുളിച്ചേട്ടാ, കാരണം ഇനിയിപ്പോൾ ഇത് പിഴിയണം. ഞാൻ പറയാം ഇങ്ങോട്ടൊക്കെ ഇട്ട് പയ്യെ പിയ്യാറാന്ന് വെച്ച്, അല്ലെങ്കിൽ വേറെ ഉടുപ്പിടാലാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൊത്തം അഴിച്ച് സെറ്റാക്കണം കേട്ടോ. അത് രണ്ടാളുടെ സഹായം വേണ്ടി വരും. എന്തായാലും നനഞ്ഞ് ചിന്നിരിക്കുന്നതിന് മിക്കവാറും ഒരു പനി പിടിക്കും കേട്ടോ. അങ്ങനെ പോണേക്ക് ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. നമ്മുടെ സൈക്കിളും കാര്യങ്ങളും ഈ ഒരു വീടിൻ്റെ അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ പോണേണ്. അവിടുത്തെ ആ ഒരു ഗേറ്റില്ലേ അത് അടച്ചിട്ടേക്കുന്നുണ്ടാ. ഇതൊരു പാർക്കാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വഴി കൂടെ സഞ്ചരിക്കാമെന്നാണ് ഇവിടുത്തെ ഒരു രീതി പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ അത് കാണാൻ വേണ്ടി പോണേണ്. ആ ദീദിയുടെ വീഡിയോ എടുക്കാൻ വേറൊന്നും കൊണ്ടല്ല കേട്ടോ, അവർക്ക് വീഡിയോയിൽ വരാൻ ഭയങ്കര നാണമെന്ന് പറയുമ്പോൾ വേണ്ടെന്ന് പറയാൻ എനിക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ തന്നിട്ടാ. ഞാനിപ്പോൾ വയറിറച്ച് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ച്, സത്യം പറഞ്ഞാൽ ഇത്ര നേരമായിട്ട് അങ്ങനെ ഒന്നും കഴിച്ചില്ല. പിന്നെ വന്നോയ്ക്ക് ഒരാളെന്താണ് നമുക്കൊരു ഇത് തന്നിട്ടാ, എന്താ അതിൻ്റെ പേര് പറയണം, പൈനാപ്പിൾ വന്നായിരുന്നു. പിന്നെ മുളക് വെച്ചിട്ട് നല്ല എരിവും കാര്യങ്ങളൊക്കെ എന്തുണ്ടാ. അപ്പോൾ അതൊക്കെ തന്നിട്ടാ പാവം. അപ്പോൾ നമ്മൾ ഇവിടെ വേറെ ഒരു വാട്ടർഫാൾ ഉണ്ട്, അപ്പോൾ അതും കൂടെ കാണണം. പിന്നെ കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് മറ്റേ ഇതിൻ്റെ വ്യൂ കിട്ടുമെന്നാണ് കേട്ടോ പറഞ്ഞത്, അതായത് വാങ്തവാങ്ങിൻ്റെ വ്യൂവും കാര്യങ്ങളും കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോവാട്ടോ. കണ്ടില്ലേ ഇതൊരു പാർക്കാണെന്ന് എനിക്ക് തോന്നുന്നു, അടച്ചിട്ടേക്കണെന്ന് തോന്നുന്നു. നമ്മൾ ഉള്ളുവഴിയൊക്കെ കയറിയാട്ടോ പോണ. ശരിക്കും ഈ ഒരു റൂട്ടിൽ 2 വാട്ടർഫാൾ ഉണ്ട് കേട്ടോ, നല്ല അടിപൊളി വാട്ടർഫാൾസാണ്. ഒന്ന് ഈ വാങ്തവാങ് അടിപൊളിയാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും കിട്ടും. നമ്മൾ പോണ റൂട്ടാണിത്. ഫുള്ള് ചീവീരിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ ഇവിടെ. പിന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റണ്ടേ. ഇപ്പോൾ 2 റൂട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നണം ഇത് തന്നെ, ഇതാണ് സ്റ്റെപ്പാണെന്ന് എന്നോട് അവർ പറഞ്ഞത്. ഈ എഴുതിയേക്കണത് മിസോറാണ് കേട്ടോ. YMA എന്ന് പറയണത് ഇവിടുത്തെ മറ്റേ ഒരു ഇതാണ്. ഇതാണ് റൂട്ട്. സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കോൺക്രീറ്റ് ചെയ്ത വഴിയാണ്. പക്ഷേ നല്ല തെന്നലുണ്ട് കേട്ടോ, കാരണം മഴയും കാര്യങ്ങളൊക്കെ പെയ്ത് ഇതേപോലെ പൂപ്പിലൊക്കെ പായലൊക്കെ പിടിച്ച് ഉണ്ടല്ല. പോണ വയ്ക്കൊക്കെ ഇവിടെ മറ്റേ ഡസ്റ്റ്ബിന്നും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഈ ഒരു സ്ഥലങ്ങൾ വന്നത് സെർച്ചിപ്പ് ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ. സെർച്ചിപ്പ് എന്ന് പറഞ്ഞ ഒരു ഡിസ്ട്രിക്റ്റാണ്. ആ ഒരു ഡിസ്ട്രിക്റ്റിൽ വന്ന സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഉള്ള സ്ഥലങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം നിന്ന സ്ഥലമില്ലേ അതുൾപ്പെടെ സെർച്ചിപ്പിൽ പെട്ടതാണ് കേട്ടോ. നമ്മൾ ലുംഗ്ലയിൽ നിന്നൊക്കെ പോകുന്നു. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റേണ്ടതെന്ന് തോന്നട്ടാ, ഇത് വാട്ടർഫാളിൻ്റെ സൗണ്ടാണ്. നല്ല സൗണ്ട് ഉണ്ട്, നല്ല ഫോഴ്സിലാണ് ഒഴുകണ. എനിക്ക് തോന്നണം അതുകൊണ്ട് ക്ലോസ് ചെയ്താന്ന് തോന്നണം കേട്ടോ. നല്ല ഒഴുക്കുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് തോന്നണേ നമ്മൾ നേരത്തെ കേട്ടത് ഇതിൻ്റെ സൗണ്ടാണെന്നാണ് കേട്ടോ. എൻ്റെ മോനെ നല്ല ഒഴുക്കുണ്ട് കേട്ടോ. നമ്മൾ മാത്രമല്ല കേട്ടോ, ഇവിടെ വേറെ ആരുമില്ല. എൻ്റെ പൊന്നേ അടിപൊളിയല്ലേ. നമുക്ക് ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് പോട്ടാ. ഓ കിടിലൻ നോക്കിയാ ഫുള്ള് ഇങ്ങനെ വെള്ളത്തുള്ളികൾ പറന്നിട്ടിരിക്കുന്ന കേട്ടോ. നല്ല ഫോഴ്സ് ഉണ്ട് വെള്ളത്തിന്. നിങ്ങൾക്ക് ഈ സൗണ്ട് കേട്ടതിന് എത്ര മാത്രം മനസ്സിലാവുമെന്ന് അറിയാട്ടാ. അടിപൊളിയല്ലേ, നല്ല മഴയും കാര്യങ്ങളൊക്കെ എന്നിട്ടാ അതിൻ്റെ ഭാഗമായിട്ടാണ് നല്ല ഫോഴ്സിൽ വെള്ളം വന്നത്. ഇതൊരു മനോഹരമായ ഒരു വെള്ളച്ചാട്ടം കേട്ടോ. അതായത് മിസോറാമിലുള്ള ഒരു മനോഹരമായ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ് ഈ ഒരു ലൊക്കേഷൻ കേട്ടോ. എൻ്റെ പൊന്നോ അടിപൊളിയല്ലേ. ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒറ്റ മനുഷ്യരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. എൻ്റെ മോനെ രക്ഷയില്ലാട്ടാ. ഇതൊക്കെ നമ്മൾ വന്നില്ലായിരുന്നെങ്കിൽ മിസ്സായി പോയിട്ടാ ലൈഫിൽ. അടിപൊളി കാഴ്ച കേട്ടാ. എൻ്റെ മോനെ ഒരു രക്ഷയില്ല. നമുക്ക് അങ്ങാടേക്ക് ക്രോസ് ചെയ്യാൻ പറ്റൂല കേട്ടോ, കാരണം നല്ല ഫോഴ്സ് ഉണ്ട് വെള്ളം. എനിക്ക് അങ്ങാടേക്ക് ക്രോസ് ചെയ്യാൻ പറ്റണ്ടാവുന്നില്ല കേട്ടോ. ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, നമുക്ക് ഒന്നുകൂടെ നോക്കാട്ടോ ഒന്ന് എന്തായാലും മാക്സിമം പറ്റുമെങ്കിൽ നമ്മുടെ ക്രോസ് ചെയ്യും. നല്ല ഫോഴ്സ് ഉണ്ട്, അതാണ് കുറച്ച് ഡേഞ്ചറാണ് കേട്ടോ. പക്ഷേ ഈ ഒരു ഇവിടെ വന്നു കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോവാട്ടാ. ഞാൻ പറ്റുമെന്ന് നോക്കട്ടെ കേട്ടാ, പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. കാരണം ഞാനിവിടെ ഒറ്റയ്ക്കുള്ളൂ, അതുകൊണ്ടാട്ടാ ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ കേട്ടാ.
അങ്ങടേക്ക് പോല് കുറച്ച് പണിയാണ്ടാ. അപ്പൊ അവിടെ നിന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്തട്ടാ കുറച്ച് പണിയായിരുന്നു. കണ്ടില്ലേ വെള്ളം ഒഴിക്കണ അടിപൊളിയല്ലേടാ. എനിക്ക് ഇതിന്റെ ഉള്ളിൽ നിന്നിട്ട് എന്തോ ഒരു ഫീലാട്ടാ. ഇത് കണ്ടില്ലേ ഇതൊരു ഗുഹയാണ്. ഇതിന്റെ ഉള്ളിൽ നിന്നിട്ട് എന്തോ വല്ലാത്തൊരു ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ടാ. ഇപ്പൊ അവിടെ നിന്നൊക്കെ ഇറങ്ങിയേട്ടാ. നല്ല അടിപൊളിയാണ്ടാ. അഡ്വഞ്ചറായിട്ടുള്ളൊരു വാട്ടർഫാളാണ്. നിങ്ങളെന്തായാലും മസ്റ്റായിട്ട് വന്നു കേട്ടാ. ഈ ഒരു വാട്ടർഫാളിൻ്റെ പേര് തുയ് ഇരിഹ വാട്ടർഫാൾ എന്നാണ് പേരുണ്ട്. എനിക്ക് ഈ പേര് കിട്ടൽ കുറച്ച് പണിയാണ്. കാരണം ഇത് മിസോ വേടാണ്ടാ. അടിപൊളിയാണ്ടാ. നിങ്ങൾ മസ്റ്റായിട്ട് വന്നോന്ന് പറയുന്നത് മസ്റ്റായിട്ട് വരണം. ഇത് മിസോറാമിലെ സെർച്ച് ഡിസ്ട്രിക്റ്റിലാണ് വന്നത്. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മുടെ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ മക്കളെ. അതുപോലെ എൻട്രി ടിക്കറ്റ് ഉണ്ട് കേട്ടോ. പാർക്ക് എൻട്രി ടിക്കറ്റ് കൊടുത്താലേ കയറാൻ പറ്റുള്ളൂ. 30 രൂപ ഉണ്ട് കേട്ടോ. ഇന്ന് എനിക്ക് തോന്നുന്നത് ഇന്നല്ല കുറച്ചധികം ദിവസത്തേക്ക് എനിക്ക് തോന്നുന്നത് ഇത് ക്ലോസ്ഡ് ആയിക്കുള്ളൂ. കാരണം ഈ ഒരു മഴയുടെ ഒരു ഇതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ട് കേട്ടോ. ഇവിടെയുള്ള ആൾക്കാർ വന്നു പോകുന്നു. അല്ലാണ്ട് മെയിനായിട്ടുള്ള ഒരുപാട് പുറത്ത് നിന്ന് ടൂറിസ്റ്റുകൾ അങ്ങനെ വരൽ കുറവാണ് കേട്ടോ ഈ ഒരു ടൈമിൽ. ഇതൊരു മാൻസൂൺ ടൈമാണ്. എന്തായാലും സെറ്റാണ് കേട്ടോ. നമ്മൾ പ്രാവശ്യം വന്നോട്ടോ. അടിപൊളിയാട്ടോ. അങ്ങനെ ഏകദേശം ഇരുട്ടി തുടങ്ങിയേട്ടാ. നമുക്ക് വന്നുവയ്ക്ക് വാങ്ങ് കാണാൻ പറ്റിയില്ല. ഇനി പോണൊക്കെ ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷെ എന്ത് പറയാൻ. ഇനിയിപ്പോൾ നമ്മൾ പോണത് ടെൻസോളിലേക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഒരു ഓപ്ഷൻ കിട്ടണമെങ്കിൽ നമ്മളെന്തായാലും കാണാൻ പ്ലാൻ ഇട്ടേക്കുന്നേട്ടാ.